അതൊരു തിങ്കളാഴ്ചയായിരുന്നു. സമയം ഏകദേശം പുലർച്ചെയായി കാണും. ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ആ അച്ഛൻ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. അതാ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. നേഴ്സ് ഓടി വന്നു പറഞ്ഞു, നിങ്ങൾക്കൊരു ആൺകുഞ്ഞ് പറഞ്ഞു. ആൺകുട്ടിയാ. സന്തോഷം കൊണ്ട് ആ അച്ഛന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം അകത്തേക്ക് ഓടി. അതാ കിടക്കുന്ന പ്രകാശം പരത്തിക്കൊണ്ട് ഒരു ആൺകുഞ്ഞ്. എവിടെ മലയാള സിനിമയുടെ ഭാവികാല സൂപ്പർ സ്റ്റാറിനെ ഞാനത് കാണട്ടെ. അന്നുണ്ടായിരുന്ന നഴ്സുമാരിൽ ആരോ ഒരാൾ പറയുന്നത് കേട്ടു, ഈ ചെക്കൻ തീരെ ശരിയില്ല കേട്ടോ എന്നെ നോക്കി ചെറുതായിട്ടൊന്ന് കണ്ണിറുക്കി കാണിച്ചു. അതൊരു തുടക്കമായിരുന്നു. പിന്നെ പണിക്കരും പറയുണ്ടായി, കാമദേവന്റെ അമ്പ് ഇവന്റെ എവിടെയോ ഒന്ന് കൊണ്ടിട്ടാ പോയതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടുണ്ടാവുമല്ലോ. ഏതൊരു അച്ഛനും അമ്മയ്ക്കും തൻ്റെ മോനൊരു രാജകുമാരനായി കാണാൻ തന്നെയായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് പ്രിൻസ് എന്നിടാനായിരുന്നു അവർ തീരുമാനിച്ചത്. പക്ഷെ അത് മാറ്റി. അവർ വീട്ടിൽ നിന്ന് അവനെ ഉണ്ണീന്ന് വിളിച്ചു. നാട്ടുകാർക്ക് അവൻ ഉണ്ണിക്കുട്ടനായി, അടുത്ത വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അവനൊരു ഉണ്ണികൃഷ്ണനായിട്ട് അങ്ങനെ വളർന്നു. അങ്ങനെ അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ അവന് 2 അനിയന്മാരുകൂടി ഉണ്ടായി. അവരങ്ങനെ സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും രസിച്ചും അങ്ങനെ വളരെയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അച്ഛൻ്റെ ബിസിനസ് ചെറുതായിട്ടൊരു ക്ഷീണം പറ്റി. അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കഥാനായകനെയും അനിയനെയും തറവാട്ടിൽ നിർത്തിയിട്ട് കുഞ്ഞനുജനെയും കൊണ്ടിട്ട് ദൂരെ മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വന്നു. അവരെ കൊണ്ടുവന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇവിടെ അവരെ സ്കൂളിൽ ചേർത്തിപ്പോയി. പിന്നീട് അവരുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞു തന്നെയായിരുന്നു. നല്ല നല്ല കളിപ്പാട്ടങ്ങൾക്കും മിഠായിക്കും വേണ്ടി അവരും കൊതിച്ചു. പക്ഷെ അന്നത്തെ സാഹചര്യം അതിനൊന്നും അനുവദിച്ചില്ല. മറ്റു കുട്ടികൾ മിഠായി കഴിക്കണ കാണുമ്പോൾ അവൻ്റെ അനിയനും കരഞ്ഞു തുടങ്ങി. അത് അവന് ഭയങ്കര സങ്കടമായി. അന്ന് ആദ്യമായിട്ട് അവൻ അവൻ്റെ അനിയന് വേണ്ടി അടുത്ത കടയിലെ കുപ്പിയിൽ നിന്നും ആരും കാണാതെ മിഠായി കൈക്കലാക്കി. അത് ഓടിപ്പോയി അവൻ്റെ അനിയന് കൊടുത്തു. അന്ന് അവൻ്റെ അനിയൻ്റെ കണ്ണിലെ സന്തോഷവും ചുണ്ടിലെ പുഞ്ചിരിയും കണ്ട് അവൻ ഒരുപാട് സന്തോഷിച്ചു. അവൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, കഴിപ്പിക്കുക എന്ന സ്വഭാവം കുട്ടിക്കാലം തൊട്ടേ അവൻ കാണിച്ചു തുടങ്ങി. ഈ ഒരു സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട് തറവാട്ടിലെ കിണ്ടി, മൊന്ത, വിളക്ക്, ഡവറ, ചരുവം, എന്തിനു വേറെ പിന്നെ അച്ചമ്മേൻ്റെ മൂത്രമൊഴിക്കുന്ന കോളാമ്പി വരെ കാണാതായി. നിങ്ങൾ വിചാരിക്കും തറവാട്ടിലുള്ളവരൊന്നും ഇതറിയുന്നില്ലേന്ന്. എന്നാ അങ്ങനെയല്ല. ഇപ്പൊ നോക്കിയാലും ആ ചൂരൽപ്പാടിന്റെ അടയാളം നമ്മുടെ കഥാനായകന്റെ തുടയിൽ തെളിഞ്ഞു കാണും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ കഥയിലെ നായകനും വളർന്ന് പന്തലിച്ചു. ഇതെങ്ങനെ മനസ്സിലായതെന്നല്ലേ? അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിലെ പെണ്ണുങ്ങൾ പരാതിയും പരിഭവമായിട്ട് വീട്ടുകാരെടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മളെ മോൻ അങ്ങ് വളർന്നിരിക്കുന്നു. സമയത്തൊക്കെ നമ്മളെ കഥാനായകൻ്റെ അച്ഛനും അമ്മയൊക്കെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവൻ്റെ പ്രായത്തിൻ്റെ വികൃതികളായി. സ്വന്തം രൂപത്തിലും കോലത്തിലും ഒട്ടും തൃപ്തനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ധരിക്കാത്ത വേഷഭൂഷാദികളൊക്കെ ധരിച്ച് ആ നാട്ടിൽ തന്നെ ആരും കാണാത്ത പുതിയ വേഷങ്ങളൊക്കെ കൊണ്ടുവന്നു. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. പക്ഷെ നമ്മുടെ നായകന് വേണ്ടിയിരുന്നത് സ്ത്രീകളുടെ ശ്രദ്ധയായിരുന്നു. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും അവൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് വീഴണേ എന്ന്. എന്നാൽ ഒരുത്തി പോലും ദൈവം സഹായിച്ചിട്ട് വീണിട്ടില്ല. ഒരുപാട് ലവ് ലെറ്റർ എഴുതി നോക്കി. കൈയക്ഷരം നന്നായി എന്ന് മാത്രമല്ല, മറുപടി നൽകിയത് സ്കൂൾ സാർമാരുടെ ചൂരലായിരുന്നു. അവിടെയും അവന് നിരാശ മാത്രം. പിന്നീട് ഒരുപാട് രൂപത്തിലും ഭാവത്തിലും പെണ്ണുങ്ങളുടെ മുന്നിലൊക്കെ നിന്ന് നോക്കി. വീണ്ടും നിരാശകൾ മാത്രം. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അവന് മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. തൻ്റെ ശരീരത്തിൽ ചൂരലിൻ്റെ കല മാത്രമല്ല, തനിക്ക് മറ്റൊരു കല കൂടിയുണ്ട് എന്ന് മനസ്സിലായി. എന്താന്നല്ലേ? ഡാൻസ്. കല്യാണ വീട്ടിലും മറ്റും കുഞ്ഞു കുഞ്ഞു ഡാൻസ് ഒക്കെ കളിച്ച് അവൻ അതങ്ങനെ തെളിയിച്ചു. അവിടെയും ലക്ഷ്യം പെൺകുട്ടികൾ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നീട് അവനൊരു ഡാൻസ് ക്ലാസ് തുടങ്ങി. കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഡാൻസ് ക്ലാസ് ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഭാഗ്യം അവിടെയും തുണച്ചില്ല. അതിൻ്റെ ആനുവൽ ഡേക്ക് ഭയങ്കര പരാജയമായിരുന്നു. അവൻ തകർന്നു. വീണ്ടും അവഗണന, നന്നാവില്ല എന്ന പരാതി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ അവൻ്റെ കുടുംബത്തിലൊരു കല്യാണം വന്നു. അവൻ അതിന് പോയി. അന്ന് അവിടെ വെച്ച് അവൻ അവളെ ആദ്യമായി കണ്ടു. ചിരിച്ചു, സംസാരിച്ചു. ഉപ്പിലിട്ടവും നാരങ്ങ മിഠായും വാങ്ങിക്കൊടുത്തു. ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ വാങ്ങിക്കൊടുത്ത നാരങ്ങ മിഠായിലും ഉപ്പിലിട്ടയിലും അവൾ വീണിരിക്കുന്നു. I think I'm in love with you. I think I'm falling for you. അങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. അവനൊന്നും പാവം മനസ്സിലായില്ല. അവസാനം അവൾ തന്നെ അത് തർജ്ജമ ചെയ്തു കൊടുത്തു. അങ്ങനെ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സക്സസ്. അവരങ്ങനെ കളിച്ചും ചിരിച്ചും പ്രണയിച്ച് നടന്നു. അതിൻ്റെ ഇടയിൽ അവനൊരു റിയാലിറ്റി ഷോയും പങ്കെടുത്തു. അങ്ങനെ കുഞ്ഞു 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 സന്തോഷങ്ങളായി ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് അങ്ങനെ മയങ്ങി കിടക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന ഫോൺ കോൾ വന്നത്. അവൻ ആ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു.
അപ്പുറത്തൊരു പെൺശബ്ദം. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ചാവും. താൻ പ്രേമിച്ച പെണ്ണ് അതാ ഇറങ്ങി വന്നിരിക്കുന്നു. ഒരു ഞെട്ടലോടെ അവൻ ആ സത്യം മനസ്സിലാക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെയും കൊണ്ട് വീട്ടിൽ വന്നു. അമ്മ വിളക്കൊക്കെ കൊണ്ട് സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് തട്ടിയും മുട്ടിയും അങ്ങനെ അവർ ജീവിച്ചു പോന്നു. അവളെ അവൻ കൈവെള്ളയിലാണ് കേട്ടോ കൊണ്ടു നടന്നത്. അവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ ആദ്യത്തെ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അവൻ അവളെ ഒരു രാജകുമാരിയെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതം ഒന്ന് കരകയറണം. കാമുകനായി രസിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഭർത്താവായതിൻ്റെ ഉത്തരവാദിത്തത്തിൽ അവൻ നട്ടം തിരിഞ്ഞു. അവൻ ചെയ്യാത്ത ജോലികളില്ല, ഒരുപാട് ജോലികൾ ചെയ്തു. അവിടെ ഒന്നും ദൈവം തുണച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ സുംബ ട്രെയിനറായി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. എല്ലാവരുടെ ജീവിതത്തിലും കാണും കര കയറാൻ ഒരു കൈത്താങ്ങ്. അതെ, നമ്മുടെ കഥാനായകന്റെ ജീവിതത്തിലും അങ്ങനെ ഒരാൾ വന്നു. അതൊരു സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു, ഒരു തടിച്ച വെളുത്ത മാലാക. അവർ നല്ല സുഹൃത്തുക്കളായി. തൻ്റെ ഉള്ളിലെ ഡാൻസ് ഫയർ തിരിച്ചറിഞ്ഞ ആ മാലാക നമുക്കൊരു സ്ഥാപനം തുടങ്ങിയാലോ എന്ന ഒരു ആലോചനയിലെത്തി. അവിടെ നിന്നാണ് നമ്മുടെ കഥാനായകന്റെ പേരിൻ്റെ ആദ്യാക്ഷരത്തിൽ തുടങ്ങുന്ന പി എന്ന സ്ഥാപനം പിറന്നത്. അതൊരു തുടക്കം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവൻ്റെ വളർച്ചയുടെ ആരംഭം തന്നെയായിരുന്നു. അവൻ്റെ സ്നേഹവും പോസിറ്റിവിറ്റിയും ആ സ്ഥാപനത്തിൽ തിങ്ങി നിറഞ്ഞു. അവൻ്റെ നന്മയും സ്നേഹവും കഴിവും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവന് ഒരുപാട് സ്റ്റുഡൻസ് വന്നു. അതിൻ്റെ ഏറെയും സ്ത്രീകളും കുട്ടികളും തന്നെയായിരുന്നു കേട്ടോ. അവൻ ഒരു കാലത്ത് രാവും പകലും അവൻ പ്രാർത്ഥിച്ചത് ഒരു പൂവിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ നന്മയും സ്നേഹവും മാത്രമുള്ള നമ്മുടെ കഥാനായകന് ദൈവം നൽകിയതോ ഒരു പൂന്തോട്ടം. പിന്നീട് അങ്ങോട്ട് വച്ചടി കയറ്റം തന്നെയായിരുന്നു. സ്നേഹം കൊണ്ട് അവൻ വീർപ്പ് മുട്ടി. അവൻ നാലുപാടും നെട്ടോട്ടോടി. അവൻ്റെ ദുഃഖത്തിലും സുഖത്തിലും ഒരുപാട് പേര് അവന് താങ്ങായിട്ട് വന്നു. ഇനി പിന്നീടുള്ള അവൻ്റെ വളർച്ച നമുക്കൊന്ന് ജസ്റ്റ് കണ്ണോടിച്ചാലോ? സിനിമാ മോഹവുമായിട്ട് ആദ്യം തന്നെ ചെയ്തത് ഷോർട്ട് ഫിലിമായിരുന്നു, 30 മില്യൺസ്. പിന്നെ ഒരു സിനിമ എന്ന സ്വപ്നം തന്നെ പൂവണിഞ്ഞു, നമ്മുടെ തല്ലുംപിടി. അതിനുശേഷം കുറച്ച് സുഖവും ദുഃഖവും ഒക്കെ മാറി മറിഞ്ഞ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ലോകം ഒരു മഹാവ്യാധി പിടിപെട്ടു, കോവിഡ്. എല്ലാവരും കേട്ടിട്ടില്ലേ? എല്ലാം അടച്ചുപൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസും അടച്ചുപൂട്ടി. കോവിഡിന് ശേഷം ഞെട്ടിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ കഥാനായകന് സംഭവിച്ചത്. തീരെ തൃപ്തിയില്ലായിരുന്ന തൻ്റെ രൂപവും ഭാവവും ആറ്റിറ്റ്യൂഡും മാറ്റി. പിന്നീട് ഞങ്ങൾ കണ്ട കഥാനായകനെ നിങ്ങൾക്കും കാണണ്ടേ? അതാ നോക്കൂ നമ്മുടെ കഥാനായകൻ. പിന്നെ നമ്മുടെ നായകന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വീണ്ടും 2 ആൽബം സോങ്, പിന്നീട് റീൽസ്, റിയാലിറ്റി ഷോ, റീൽസ് എല്ലാം റീച്ച്, 1 മില്യൺ ഫോളോവേഴ്സ്, തൊട്ടതെല്ലാം പൊന്ന്. എന്തുയർച്ച വന്നാലും തൻ്റെ കൂടെ നിന്നവരെ അവൻ കൈവിട്ടില്ല. അങ്ങനെയുള്ളവനായിരുന്നു നമ്മുടെ കഥാനായകൻ. പിന്നീട് ഉയർച്ചയുടെ ഭാഗമായി പി സ്കൂളിൻ്റെ വളർച്ച, അത് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി, കുറേ സൗകര്യത്തോടുകൂടി. പിന്നീട് സീരിയൽ, കൃഷ്ണന്റെ വേഷം, അങ്ങനെ കേരളത്തിലെ വീട്ടമ്മമാരുടെ ശ്രീകൃഷ്ണനായി മാറി. ഭർത്താക്കന്മാരെല്ലാം കംസന്മാരായി മാറി. നമ്മുടെ കഥാനായകന്റെ വലിയൊരു സ്വപ്നമായിരുന്നു പി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റണം. അത് ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ നായകൻ്റെ ഒരു മനസ്സിൻ്റെ പവറ് കൊണ്ടും ഫയറ് കൊണ്ടും അതും സാധിച്ചു. മസ്കറ്റിൽ ഒരു പി സ്കൂളും സ്റ്റാർട്ട് ചെയ്തു. ദിവസം തോറും സൗന്ദര്യം കൂടിക്കൂടി വരുന്ന നമ്മുടെ കഥാനായകൻ സ്ത്രീകളുടെ ഉറക്കം കെടുത്തി. പണ്ട് നാട്ടിൽ സ്നേഹത്തിന് വേണ്ടി ഉറക്കമില്ലാതെ അലഞ്ഞ നായകൻ ഇപ്പോൾ സ്നേഹം കൂടുതൽ കിട്ടിയിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു. നാട്ടിലെ പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടാവും, അന്നത്തെ ആ കത്തിനൊരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ എന്നാലോചിച്ച് ഉറക്കല്ലാതെ നടക്കുന്നുണ്ടാവും. എല്ലാം ദൈവത്തിൻ്റെ കളികൾ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥാനായകൻ്റെ കഥ ഇന്ന് വരെ എത്തിയത് കേട്ടോ. ഇന്ന് നമ്മുടെ കഥാനായകൻ്റെ 35-ാം വയസ്സ് തികയാണ്. ഇന്ന് ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ കൂടിയാണ്. ഇനി അങ്ങോട്ടും ഐശ്വര്യത്തോടും ഒരുപാട് ഉയർച്ചയും അംഗീകാരങ്ങളും സ്നേഹവും ഒക്കെ കിട്ടട്ടെ എന്നും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകൻ്റെ സ്വന്തം പി സ്കൂളിലെ കുട്ടികൾ.